Dear students, നമ്മൾ +1 എക്കണോമിക്സിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന പുസ്തകത്തിലുള്ള 6th ചാപ്റ്റർ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലുള്ള 4ാമത്തെ മെഷേഴ്സ്, ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞത് റേഞ്ച് പറഞ്ഞു കഴിഞ്ഞു, ക്വാർട്ടൈൽ ഡീവിയേഷൻ പറഞ്ഞു കഴിഞ്ഞു, മീൻ ഡീവിയേഷൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി 4th വണ്ണാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ അൺഗ്രൂപ്ഡ് ഡാറ്റയുടെ കാണണം, പിന്നെ ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ കാണണം, കണ്ടിന്യൂസ് സീരീസിൻ്റെ കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് എ മോസ്റ്റ് സാറ്റിസ്ഫാക്ടറി സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് dispersion. Accordingly, it is a widely used method in statistical analysis. നമ്മുടെ ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും സയൻറ്റിഫിക് ആയിട്ടുള്ള ഏറ്റവും സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള മെത്തേഡാണ് ഏത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിൽ കൂടുതലായിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് ഉപയോഗിക്കുന്നത്. അതിന് വേറൊരു പേരും കൂടി ഉണ്ട്, റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ എന്നാണ്. കാൾപിയോസൻ ആണ് ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്തത്. അതിൻ്റെ മറ്റൊരു പേര് റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ എന്നാണ് പേര്. ഇതൊക്കെ വൺ വേർഡ് ചോദിച്ചാലായി. കാൾപിയോസൻ ഒന്നും വൺ വേർഡ് ഒന്നും ചോദിക്കൊന്നുമില്ല. റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ എന്നുള്ളത് ഒന്ന് ഓർത്ത് വയ്ക്കാം. എന്നിട്ട് നമ്മൾ എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പറയുകയാണ്. ഇവിടെ നമ്മൾ പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഹാസ് 2 മെയിൻ ഫീച്ചേഴ്സ്. 2 ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്ന്, ഡീവിയേഷൻ, ദ വാല്യൂ ഓഫ് ഇറ്റ്സ് ഡീവിയേഷൻ ഈസ് ടേക്കൺ ഫ്രം ദ അരിത്മാറ്റിക് മീൻ. ആദ്യം നമ്മൾ അരിത്മാറ്റിക് മീൻ കണ്ടുപിടിക്കും, എന്നിട്ട് അതിൽ നിന്നുള്ള ഡീവിയേഷനാണ് നമ്മൾ എടുക്കുന്നത്. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ മീൻ ഡീവിയേഷനിൽ പോസിറ്റീവ് നെഗറ്റീവ് സൈൻ ഇഗ്നോർ ചെയ്യുക ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇതിൽ അതിൻ്റെ പ്ലസും മൈനസും സൈനും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ പ്ലസ് മൈനസ് സൈനോട് കൂടിയിട്ടുള്ള വാല്യൂസിൻ്റെ ഡീവിയേഷൻ്റെ സ്ക്വയറാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കുക? അരിത്മാറ്റിക് മീൻ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൽ നിന്നുള്ള ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ആ ഡിഫറൻസ് വാല്യൂവിനുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ ചിലത് നെഗറ്റീവായിരിക്കും, ചിലത് പോസിറ്റീവായിരിക്കും. അപ്പോൾ ആ നെഗറ്റീവും പോസിറ്റീവും സൈൻ ഇടണം. എന്നിട്ട് അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. മനസ്സിലായില്ലേ? എന്നിട്ട് ആ സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് അതെല്ലാം കൂടി സമ്മ് കാണുക, അതിൻ്റെ സമ്മ് കാണുക, അതിൻ്റെ ആവറേജ് കാണുക. എന്നിട്ട് സം കണ്ടിട്ട് എണ്ണം കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? അതിൻ്റെ ആവറേജ് കിട്ടും. എന്നിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുക. ഇതാണ് സ്റ്റെപ്പ്. ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തൊക്കെയോ പറഞ്ഞ പോലെ തോന്നും ടീച്ചർ, എന്തൊക്കെയോ പറഞ്ഞു. ഒരു പ്രശ്നമില്ല, നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പം ഇതൊക്കെ മനസ്സിലാവും. ഒന്നും കൂടി ഞാൻ ഇതിലുള്ളത് പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആദ്യം അരിത്മാറ്റിക് മീൻ കാണുക. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? അരിത്മാറ്റിക് മീനിൽ നിന്ന് ഓരോ വാല്യൂസിനുള്ള ഡീവിയേഷൻ എക്സ് മൈനസ് എക്സ് ബാർ എന്നുള്ളത് കാണുക. നെഗറ്റീവ് ഉള്ളതിന് നെഗറ്റീവ് ഇടണം, പോസിറ്റീവ് ഉള്ളതിന് ചിഹ്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? അതിൻ്റെ സ്ക്വയർ കാണുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ആ സ്ക്വയർ കണ്ടതിൻ്റെ സമ്മ് കാണണം. അപ്പോൾ സിഗ്മ ഡീവിയേഷൻ സ്ക്വയർ, അതിൻ്റെ സമ്മ് കണ്ടു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? അതിനെ എണ്ണം കൊണ്ട് ഹരിക്കണം. എന്നിട്ട് ആ എണ്ണം കൊണ്ട് ഹരിച്ച് കിട്ടുന്ന വാല്യൂവിൻ്റെ എന്ത് കാണണം? സ്ക്വയർ റൂട്ട് കാണണം. ഓക്കെ, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് ദ സ്ക്വയർ റൂട്ട് which is called finally the square root of the arithmetic mean of the squares of the deviation is calculated. It is this square root which is called standard deviation. This is always in positive value. Okay, അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ ഞാൻ പറയാം. സിഗ്മ മുകളിലൊരു സിഗ്മയാണ്. അത് നമ്മൾ ഹിന്ദിയിൽ നാന്ന് എഴുതൂല. നാന്ന് എഴുതിയിട്ട് അപ്പുറത്തുള്ള വര വേണ്ട, അതല്ലാതെ ഉള്ളതിനെയാണ് നാന്ന് എഴുതണം. അതിന് നമ്മൾ സിഗ്മ എന്നാണ് പറയുക. വേറൊരു സിഗ്മയാണ്, സ്മോൾ ലെറ്റർ സിഗ്മയാണ് ഗ്രീക്ക് ലാംഗ്വേജിൽ. അപ്പോൾ ആ സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഷോർട്ട് ഫോമാണ് നമ്മൾ സിഗ്മ ഉപയോഗിക്കുന്നത്. അതിനുള്ള നൊട്ടേഷനായിട്ട് സിഗ്മ ഉപയോഗിക്കണം. സിഗ്മ ബൈ എക്സ് ബാർ ആണ് എന്ത്? കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, ഇനി നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യാം. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതിങ്ങനെ കുറേ തിയറി പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണം?
പ്രോബ്ലം ചെയ്താൽ നമുക്ക് അതിൻ്റെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ അത് ഹെഡിങ് എഴുതുക. എന്താണ് എഴുതേണ്ടത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓർ സിഗ്മ, ബ്രാക്കറ്റിൽ ആ സിഗ്മ ടീച്ചർ എഴുതിയിരിക്കുന്നത് കണ്ടോ? സിഗ്മ ഞാൻ ഇടണ പോലെ. ഫോർ അൺഗ്രൂപ്ഡ് ഡാറ്റ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ വാല്യൂസിനാണ്. അതിൻ്റെ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓർ സിഗ്മ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ സ്മോൾ എക്സ് ആണ് അവിടെ, ചെറിയ എക്സ്, സ്മോൾ എക്സ് സ്ക്വയർ ബൈ എൻ. ആ സ്മോൾ എക്സ് എന്ന് പറഞ്ഞാൽ ഡീവിയേഷൻ ഫ്രം ദ അരിത്തമാറ്റിക് മീൻ ആണ്. ഓക്കെ, സ്മോൾ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് മനസ്സിലാവുക? ഡീവിയേഷൻ ഫ്രം ദ അരിത്തമാറ്റിക് മീൻ, ദാറ്റ് ഈസ് എക്സ് മൈനസ് എക്സ് ബാർ. എന്നിട്ട് അതിൻ്റെ സ്ക്വയർ കാണുക, എന്നിട്ട് അതിൻ്റെ സമ്മ് കാണുക, സമ്മിന് എന്നെ കൊണ്ട് ഹരിക്കുക, അതിൻ്റെ റൂട്ട് കാണുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചു വയ്ക്കാം. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. നമ്മുടെ ദ ഫോളോയിങ് ആർ ദ മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ 10 സ്റ്റുഡൻസ്. അപ്പോൾ ഫൈൻഡ് കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മാർക്സ് ഇവിടെ തന്നിട്ടുണ്ട്. 12, 8, 17, 13, 15, 9, 18, 11, 6, 1 ആണ് ലാസ്റ്റ് മാർക്ക്. എഴുതിയെടുക്കുക. ടീച്ചർ പറയുമ്പോൾ എഴുതിയെടുക്കുക. അവിടെ ക്ലാരിറ്റി കുറവാണെങ്കിൽ ലാസ്റ്റ് മാർക്ക് 1 ആണ്. എന്നിട്ട് നമ്മളിവിടെ കോളം വരയ്ക്കുക. കോളം വരയ്ക്കുമ്പോൾ ഇവിടെ സീരിയൽ നമ്പർ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. മാർക്സ് തൊട്ടിട്ട് നമുക്ക് തുടങ്ങാം. എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ എണ്ണി നോക്കിയാൽ മതി. എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ട്. അപ്പം മാർക്സ് എക്സ് എന്ന് എഴുതുക. എക്സ് എന്തൊക്കെയാണ്? 12, 8, 17, 13, 15, 9, 18, 11, 6, 1. ഉടനെ തന്നെ നമുക്കിതിൻ്റെ എന്ത് കാണാനുള്ളതാണ്? നമുക്കിതിൻ്റെ അരിത്തമാറ്റിക് മീൻ കാണണം. അപ്പം എന്ത് ചെയ്യണം? അതിൻ്റെ സമ്മ് കാണുക. സിഗ്മ എക്സ് ഇതെല്ലാം കൂടി കൂട്ടുക. എല്ലാം കൂടി കൂട്ടുമ്പം 110 കിട്ടും. അപ്പം ഇനി എക്സ് ബാർ കാണുക. എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. 110 by 10 is equal to 11. അപ്പോൾ എക്സ് ബാർ കിട്ടി. ഇനി അടുത്ത കോളം എന്താണ്? സ്മോൾ എക്സ് ആണ്. ഡീവിയേഷൻ സ്മോൾ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ബാർ. എക്സിൽ നിന്നും എക്സ് ബാർ മൈനസ് ചെയ്യാം. എക്സ് ബാർ എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്? 11 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് സ്മോൾ എക്സ് കണ്ടുപിടിക്കുക. ആദ്യത്തത് 12 മൈനസ് 11 1 തന്നെ. അടുത്തത് 8 മൈനസ് 11 ആണ്. 8 മൈനസ് 11 എന്ന് പറഞ്ഞാൽ എന്താവും? -3 ആവും. അടുത്തത് 17 മൈനസ് 11 അത് 6, 13 minus 11 2, 15 minus 11 4, 9 minus 11 minus 2, 18 minus 11 7, 11 minus 11 0, 6 minus 11 minus 5, 1 minus 11 minus 10. ഓക്കെ, അത്രയും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയർ കാണുക. ഈ ഡീവിയേഷൻ്റെ സ്ക്വയർ കാണുക. ഈ സ്ക്വയർ കാണുന്നത് എന്തിനാണെന്നറിയാം? നെഗറ്റീവ് ചിഹ്നം മാറ്റാൻ വേണ്ടിയിട്ട്. അതായത് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്താവും? പോസിറ്റീവ് ആവും. അപ്പം നെഗറ്റീവ് ചിഹ്നം നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ 1 into 1 1, minus 3 into minus 3 is equal to 9, 6 into 6 36, 2 into 2 4, 4 into 4 16, minus 2 into minus 2 രണ്ട് നെഗറ്റീവ് വരുമ്പോൾ എന്താവും? പോസിറ്റീവ് ആവും. 4, 7 into 7 49, 0 into 0 0 തന്നെ. minus 5 into minus 5 25 ആവും. ചിഹ്നം പോസിറ്റീവ് ആവും. minus 10 into minus 10 100 ആവും. അപ്പോൾ ഇതിന് നമ്മൾ എക്സ് സ്ക്വയർ ഓഫ് ദ ഡീവിയേഷൻ എക്സ് സ്ക്വയർ എന്നാണ് കോളം കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കോളം എക്സ് തന്നിട്ടുണ്ടാവും. രണ്ടാമത്തെ കോളം ഡീവിയേഷൻ ആണ്. മൂന്നാമത്തെ കോളം ഡീവിയേഷൻ സ്ക്വയർ. ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ കിട്ടി. ഇനി അത് നമ്മൾ കൂട്ടുക. അത് തമ്മിൽ കൂട്ടിയിട്ട് താഴെ സിഗ്മ എക്സ് സ്ക്വയർ എന്ന് എഴുതുക. അപ്പോൾ എല്ലാം കൂടി തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? 244 എന്ന് ഉത്തരം കിട്ടി. ഇനി നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷനിലേക്ക് കടക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ സ്മോൾ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. അപ്പോൾ സ്മോൾ എക്സ് സ്ക്വയർ എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്? 244 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റൂട്ട് ഓഫ് 244 ബൈ 10. അപ്പോൾ 200 നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കാൽക്കുലേറ്ററിൽ 244 ബൈ 10 കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെ റൂട്ട് കാൽക്കുലേറ്ററിൽ തന്നെ ഉണ്ട്, റൂട്ട് കാണാനുള്ള ചിഹ്നമുണ്ട്, റൂട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 4.94 എന്ന് കിട്ടി. ഇനി കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? സിഗ്മ ബൈ എക്സ് ബാർ. ദാറ്റ് ഈസ് 4.94 ഡിവൈഡഡ് ബൈ 11 ഇസ് ഈക്വൽ ടു 0.45. അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ ആയി. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ബുദ്ധിമുട്ടൊന്നും നമുക്ക് തോന്നിയില്ല അല്ലേ? പറയുമ്പോൾ നമ്മൾ പ്രോബ്ലംസും ചിത്രം വരയ്ക്കാനുള്ളതൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ചെയ്യുന്ന സമയത്ത്. ആദ്യത്തെ കോളം ഇത് ഇൻഡിവിജ്വൽ അൺഗ്രൂപ്ഡ് ഡാറ്റ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ വാല്യൂസിന് ആദ്യത്തെ കോളം എക്സ് ആയിരിക്കും. എന്നിട്ട് സിഗ്മ എക്സ് കണ്ടുപിടിക്കണം. എന്നിട്ട്
എന്നിട്ട് അരിത്തമാറ്റിക് മീൻ എക്സ് ബാർ ഇസിക്കൽ ടു സിഗ്മ എക്സ് ബൈ എൻ വെച്ചിട്ട് മീൻ കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞ് അടുത്ത കോളം ഡീവിയേഷൻ, അതായത് സ്മോൾ എക്സ് ഇസിക്കൽ ടു എക്സ് മൈനസ് എക്സ് ബാർ, അത് കണ്ടുപിടിക്കുക. അതിൻ്റെ അടുത്ത കോളം എക്സ് സ്ക്വയർ, അതായത് ഡീവിയേഷൻ സ്ക്വയർ, അത് എത്രയാണ്, എന്നിട്ട് അതിൻ്റെ സമ്മ് കാണുക. എന്നിട്ട് ഇക്വേഷൻ വെച്ചിട്ട് ഇക്വേഷൻ എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസിക്കൽ ടു സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ എന്നുള്ളത് എഴുതി നമ്മൾ കണ്ടുപിടിക്കുക. കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസിക്കൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ അരിത്തമാറ്റിക് മീൻ ആണ്, അതും കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അൺഗ്രൂപ്ഡ് ഡാറ്റയുടെ കണ്ടുപിടിച്ചു. ഇനി നമ്മൾക്ക് വേണ്ടത് ഡിസ്ക്രീറ്റ് ആണ്, അതും കൂടി ഇതിൽ പറയാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഡിസ്ക്രീറ്റിൻ്റെ അടുത്തതിൽ നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസ് എങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക. ഡിസ്ക്രീറ്റ് സീരീസ് ഓർ ഫ്രീക്വൻസി അറേ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ സ്റ്റെപ്പ് ഇവിടെ ഉണ്ട്. ആ സ്റ്റെപ്പൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂസിങ് ആയിരിക്കും. ആദ്യം എക്സ് ബാർ കാണാനാണ് അവിടെ പറയുന്നത്, പിന്നെ സ്മോൾ എക്സ് എക്സ് മൈനസ് എക്സ് ബാർ കാണാൻ, പിന്നെ എന്ത് വേണം, സ്ക്വയേഴ്സ് ഓഫ് ദ ഡീവിയേഷൻ കണ്ടുപിടിക്കണം, എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് അത് തമ്മിൽ കൂട്ടണം. അപ്പോൾ സിഗ്മ എഫ് എക്സ് സ്ക്വയർ കിട്ടും. എന്നിട്ട് നമ്മുടെ ഇക്വേഷൻ സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സിഗ്മ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സം എന്നുള്ളതിൻ്റെ സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ. ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി, ഇപ്പുറത്തേക്ക് കിടക്കണ്ട. ഈ ഒരു ഇക്വേഷൻ മാത്രം, നമ്മൾ കുറേ ഇക്വേഷൻ പഠിച്ചിട്ട് കാര്യമില്ല. പഠിക്കുന്ന ഇക്വേഷൻ നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇതാണ് ആ എഫിൻ്റെ അടുത്തുള്ളത് സ്മോൾ എക്സ് സ്ക്വയർ ആണെന്ന് ഓർക്കുക. സിഗ്മ ഇസിക്കൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഇസിക്കൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ. ഇനി പ്രോബ്ലം ഇവിടെ തന്നിട്ടുണ്ട്. സൈസ്, അതായത് എക്സ് എന്നുള്ളത് 4, 6, 8, 10, 12, 14, 16. എഫ് ഫ്രീക്വൻസി എന്നുള്ളത് 1, 2, 3, 5, 3, 2, 1 എന്ന് തന്നു. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് കാണണം, ഇതിന് കാണണമെങ്കിൽ ആദ്യം നമ്മൾക്ക് പിന്നെ ഇതിൻ്റെ അരിത്തമാറ്റിക് മീൻ കാണണം. ഓക്കെ, അപ്പോൾ നമ്മൾ കോളമായിട്ട് എഴുതി സൈസ് എക്സ് എന്നുള്ളത് എഴുതി, ഫ്രീക്വൻസി എഴുതി. അരിത്തമാറ്റിക് മീൻ കാണാൻ എന്താണ് വേണ്ടത്, എഫ് എക്സ്, എഫും എക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 4 × 1 4, 6 × 2 12, 8 × 3 24, 10 × 5 50, 12 × 3 36, 14 × 2 28, 16 × 1 16. എന്നിട്ട് അതിൻ്റെ സമ്മ് കാണുക, സിഗ്മ എഫ് എക്സ് കാണുക. ഇതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്, അരിത്തമാറ്റിക് മീൻ കാണാനാണ്. അപ്പോൾ അടുത്ത പിന്നെ ഇതിൽ നമ്മൾ അരിത്തമാറ്റിക് മീൻ ഇസിക്കൽ ടു എക്സ് ബാർ ഇസിക്കൽ ടു, ആ ബാർ ഇവിടെ മാഞ്ഞു പോയിട്ടുണ്ട്, എക്സ് ബാർ ഇസിക്കൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ ഇസിക്കൽ ടു പിന്നെ 170/17 ഇസിക്കൽ ടു 10. ഇവിടെ 170 അല്ലേ കിട്ടിയത്, എഫ് എക്സ് തമ്മിൽ കൂട്ടിയത് എത്രയാണ്, സിഗ്മ എഫ് എക്സ് 170 ആണ്. എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 17 ആണ്. 1 2 1 + 2 3 + 3 6, 11 11 + 3 14 + 2 16 + 1 17 ആണ്. അപ്പോൾ 170/17 170/17 ഇസിക്കൽ ടു നമുക്ക് എക്സ് എന്ത് കിട്ടി, 10 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ കാണേണ്ടത്, അപ്പോൾ ഇത്രയും നമ്മൾ എക്സ് ബാർ കണ്ടുപിടിക്കാനാണ്. എക്സ് ബാർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇവിടെ നമ്മളുടെ ഈ എക്സ് എന്നുള്ളത് എക്സ് ബാർ ആക്കുക, അവിടെ ബാർ അവർ വിട്ടുപോയിട്ട് മാഞ്ഞു പോയിട്ടുണ്ട്. ഇനി നമ്മൾ കാണേണ്ടത് ഡീവിയേഷൻ ആണ്. ഡീവിയേഷൻ സ്മോൾ എക്സ് ഇസിക്കൽ ടു എക്സ് മൈനസ് എക്സ് ബാർ. ഇവിടെ എക്സ് ബാർ എത്രയാണ്, 10 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ 1 മൈനസ് എത്രയാണ് ഇതിൽ വരുന്നത് ഫ്രീക്വൻസി, ഓക്കെ 4 - 10 ഇസിക്കൽ ടു -6, 6 - 10 ഇസിക്കൽ ടു -4, 8 - 10 ഇസിക്കൽ ടു -2, 10 - 10 0, 12 - 10 2, then 14 - 10 4, 16 - 10 6, ഇങ്ങനെ കിട്ടി. അപ്പോൾ സ്മോൾ എക്സ് കിട്ടി. ഇനി അതിനെന്താക്കുക, സ്ക്വയർ ആവുക. -6 × -6 36, -4 × -4 16, -2 × -2 4, 0 × 0 0, then +2 × +2 4, 4 × 4 16, 6 × 6 36 എന്ന് നമ്മൾക്ക് എക്സ് സ്ക്വയർ കിട്ടി. കോളം നോക്കുക, കോളം ഹെഡിങ് എന്താണ്, എക്സ് സ്ക്വയർ. അടുത്ത കോളം എന്താണ്, ഈ എക്സ് സ്ക്വയറിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് അടുത്തത് വേണ്ടത്. അപ്പോൾ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 36 × 1 36, 16 × 2 32, 4 × 3 12, അടുത്ത 0 ×
5 0. അടുത്തത് 4 into 3 12, 16 into 2 32, then 36 into 1 36. അപ്പം നമുക്ക് അങ്ങനെ fx² കിട്ടി. ഇനി അതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമ്മൾക്ക് എത്ര കിട്ടും? കൂട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ക്ലിയർ ആവുന്നില്ല, ഒന്ന് കൂട്ടി നോക്കാം അവിടെ വെച്ചിട്ട്. എത്രയാണ് കൂട്ടി നോക്കിയിട്ട്? നിങ്ങൾ കൂട്ടുന്നില്ല? $160 ആണോ? ഓക്കെ, കൂട്ടി നോക്ക്. 36 + 32 36 30 66 2 68 10 78 2 80 80 160 ആണ് സിഗ്മ fx² എന്നുള്ളത്. 160 എന്നാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷനിലേക്ക് കടക്കാം. എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ √of സിഗ്മ എഫ് സ്മോൾ എക്സ് ആണ്. ഇവിടെ ഉള്ളത് സ്മോൾ എക്സ് ആണ്. അത് വ്യത്യാസം. നിങ്ങൾ എഴുതുമ്പോൾ അത് കൃത്യമായിട്ട് എഴുതണം. സ്മോൾ fx² ഡിവൈഡഡ് ബൈ n. അപ്പോൾ സിഗ്മ fx² എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മൾക്ക് ഇവിടെ കിട്ടിയത്? 160 എന്നാണ് കിട്ടിയത്. 160 ഡിവൈഡഡ് ബൈ n എത്രയാണെന്നാണ് കിട്ടിയത്? 17. 160 by 17, അതിവിടെ അവർ 160 √of 160 by 17, that is equal to √of 9.41, that is equal to 3.07. ആൻസർ എന്ത് കിട്ടി? 3.07. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3.07 എന്ന് കിട്ടി. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇസ് ഈക്വൽ ടു, അത് ഇതിൽ എഴുതിയിട്ടില്ല, നിങ്ങൾ എഴുതുക. കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു x⁻ by സിഗ്മ. അപ്പോൾ സിഗ്മ ബൈ x⁻, തെറ്റിപ്പോയതാണ്. അപ്പോൾ സിഗ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് നമുക്ക് കിട്ടിയത്? 3.07 ഡിവൈഡഡ് ബൈ 10 എന്നുള്ളത് കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസ്. അപ്പോൾ ഇത് വലിയൊരു വീഡിയോ ആയിട്ടുണ്ട്. നമുക്ക് കണ്ടിന്യൂസ് സീരീസ് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ.